يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അമ്മാ ബഅദ്. എത്രയും പ്രിയപ്പെട്ടവരെ, വേണ്ടപ്പെട്ടവരെ, തത്തഖൂൻ എന്ന റമളാൻ പരമ്പരയിലൂടെ നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ട ഓരോരോ വിഷയങ്ങൾ ആലോചിക്കുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിശ്വാസവും അതുപോലെ അനുഷ്ഠാനങ്ങളും നിറഞ്ഞ ജീവിത സംഹിതയാണ്. അതിൽ എല്ലാ കർമ്മങ്ങളുടെയും അടിവേരായി കാതലായി പഠിപ്പിക്കുന്ന ഒരു വിഷയം, ഏതൊരു കർമ്മത്തിനും നമ്മളെ പ്രേരിപ്പിക്കുന്ന, പ്രചോദനം നൽകുന്ന ഉള്ളിലിരിപ്പ് എന്താണ് എന്നതാണ്. ആ ഉള്ളിലിരിപ്പിൻ്റെ പേരാണ്, ഉദ്ദേശത്തിൻ്റെ, മനസ്സിലെ തീരുമാനത്തിൻ്റെ പേരാണ് നിയ്യത്ത് എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നിയ്യത്ത് എന്ന വാക്കിന് മനസ്സിലുള്ള ഉദ്ദേശം, തീരുമാനം എന്നാണ്. അതിന് ഒരിക്കലും വായ കൊണ്ട് ചൊല്ലിപ്പറയുന്ന ഒരു രീതിയോ അതിനുള്ളൊരു ക്രമമോ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ എന്തായിരിക്കണം ഒരു കർമ്മത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം, എങ്ങനെ തയ്യാറാവണം മാനസികമായി? ഞാൻ അള്ളാഹുവിന് വേണ്ടി നിർബന്ധമായ ഇത്ര റക്അത്തുള്ള നമസ്കാരം നിർവഹിക്കുന്നു, അതുപോലെ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്നാണ് മനസ്സിൽ രൂപപ്പെടുത്തേണ്ടുന്ന തീരുമാനം. അത് അറബി ഭാഷയിൽ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചപ്പോൾ ആ വാചകങ്ങളാണ് നിയ്യത്ത് എന്ന രീതിയിൽ അത് ചൊല്ലിപ്പോരുന്ന ഒരു ശീലം ഉണ്ടായതാണ്. പിന്നീട് മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം പ്രസിദ്ധമായ സഹീഹുൽ ബുഖാരിയിലും മറ്റ് മിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലുമെല്ലാം, ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. തീർച്ചയായും കർമ്മങ്ങൾ മുഴുവൻ നിയ്യത്തിനനുസരിച്ചു മാത്രമാണ് പരിഗണിക്കപ്പെടുക. ഇന്നമാ വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ മാനവനും എന്താണ് അവൻ ഉദ്ദേശിച്ചത് അതാണ് നേടിയെടുക്കാൻ സാധിക്കുക. അല്ലാതെ ഉള്ളിൽ ആത്മാർത്ഥമായ താല്പര്യമില്ലാതെ ബാഹ്യമായ അഭിനയങ്ങൾക്ക്, കാട്ടിക്കൂട്ടലുകൾക്ക് സ്ഥാനമില്ല, പരിഗണനയില്ല എന്നർത്ഥം. റമളാനിലെ നോമ്പനുഷ്ഠിക്കാൻ ഒരുങ്ങുമ്പോൾ ഏതായാലും ഇനി ഒരു മാസം നോമ്പാണ്, അത് മുഴുവൻ നോമ്പെടുത്തേ പറ്റൂ എന്ന ഒരു തീരുമാനം കൊണ്ട് മാത്രം നിയ്യത്ത് പൂർത്തിയാവുന്നില്ല. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലൻ യുബയ്യിത്തി സിയാമ ഫലാ സിയാമ ലഹു ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളത്തെ പകല് എനിക്ക് വ്രതമായി അനുഷ്ഠിക്കണം എന്ന് നേരം പുലരുന്നതിന് മുമ്പ്, ഫജ്റിന് മുമ്പ് രാത്രിയിൽ തന്നെ തീരുമാനിച്ച് ഉറപ്പിക്കാത്തവന് നോമ്പില്ല എന്ന്. അപ്പോൾ നേരത്തെ തന്നെ അതിനുള്ള മാനസികമായ തയ്യാറെടുപ്പുണ്ടാവണം. നിയ്യത്ത് പറയാൻ എളുപ്പമാണ്, പക്ഷെ മഹാന്മാരുടെ വിവരണത്തിൽ അമലിനേക്കാൾ ഭാരിച്ചതാണ് നിയ്യത്ത്. ഒരു കർമ്മം അതിൻ്റെ ചടങ്ങായി ചെയ്തു തീർക്കുന്നതിനേക്കാൾ എത്രയോ ഭാരമുള്ളതാണ് ആ കർമ്മം. കുറ്റമറ്റ രൂപത്തിൽ, മാതൃകയുള്ള രീതിയിൽ, അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ പൂർണ്ണമായി അനുഷ്ഠിച്ച് തീർക്കാൻ മാനസികമായ സാന്നിധ്യവും ജാഗ്രതയും ശ്രദ്ധയും നിർബന്ധവും ആ കർമ്മത്തിൻ്റെ ഉടനീളം ഉണ്ടാവുക എന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ളതാണ്.
എന്തുകൊണ്ട് നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി. എന്തുകൊണ്ട് റമളാനിൽ തന്നെ? കാരണം ഖുർആൻ അവതരിച്ച മാസമാണ്. എന്തുകൊണ്ട് ഖുർആൻ? ഹുദൻ ലിൽ മുത്തഖീൻ, തഖ്വയുള്ള, സജീവമായ ശ്രദ്ധയുള്ള, കാര്യവിചാരമുള്ള, ധർമ്മനിഷ്ഠയുള്ള ആളുകൾക്ക് നേരായ വഴിയിലേക്ക് നയിക്കാൻ മതിയായ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ ഖുർആൻ കൊണ്ട് ഉദ്ദേശിച്ച തഖ്വയും നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കിയിട്ടുള്ള തഖ്വയും എല്ലാം നേടിയെടുക്കാൻ പ്രാപ്തമായ മതിയായ ശക്തമായ സ്വാധീനമുള്ള നോമ്പ് എന്ന കർമ്മം, അത് ഞാൻ ഫജ്ർ മുതൽ മഗ്‌രിബ് വരെ പൂർത്തിയാക്കാൻ മാനസികമായി തയ്യാറെടുക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് നിയ്യത്ത്. അത് രാത്രിയിൽ തന്നെ ഉണ്ടാവണം. എന്നാൽ സുന്നത്ത് നോമ്പുകൾക്ക് നേരം പുലർന്നതിന് ശേഷം, ഫജ്റിന് ശേഷവും ആവാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാവിലെ കഴിക്കാനൊന്നും ഉണ്ടായില്ല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ ഞാൻ നോമ്പനുഷ്ഠിക്കുകയാണ്, ഇന്ന് എനിക്ക് നോമ്പാണ്. അത് നിർബന്ധമായ റമളാനിലെ നോമ്പല്ല. റമളാനിലെ നോമ്പിന് അത് ഒരിക്കലും നിസ്സാരമായി കാണാതെ യാദൃശികമായി വന്നു ചേരുന്ന ഒരു കർമ്മം എന്നതിനപ്പുറം കൽപ്പിച്ചു കൂട്ടി തന്നെ രാത്രിയിൽ തീരുമാനിച്ച് ഒരുങ്ങി നിൽക്കേണ്ടുന്ന കർമ്മമാണ് റമളാനിലെ നോമ്പ് എന്നത്. അപ്പോൾ കാണാനില്ലാത്ത മഹാകർമ്മം. മറ്റ് കർമ്മങ്ങളൊക്കെ പുറമെ കാണാം, ആരെയും കാണിക്കാതെ ചെയ്താലും. ഇപ്പോൾ ദാനധർമ്മങ്ങൾ, നിർബന്ധമായ സക്കാത്ത് കൊടുക്കുന്നവനും വാങ്ങുന്നവനും തമ്മിലെങ്കിലും കാണും, അറിയും, കണ്ടുമുട്ടും. പക്ഷേ നോമ്പ് ഒരു നിലക്കും നിയ്യത്തിൻ്റെ ആകത്തുകയാണ് നോമ്പ് എന്നത്. നിയ്യത്തിനെ, മനസ്സിലുള്ള ഉള്ളിരിപ്പിനെ തിരിച്ചറിയാനുള്ള ഒരു മീറ്ററും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അലീമുദ്ദാത്തി സുദൂറായ, മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളറിയുന്ന രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിന് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അഭിനയം സാധ്യമാവാത്ത, കാപട്യത്തിന് സ്ഥാനമില്ലാത്ത വിശുദ്ധമായ ഒരു കർമ്മമാണ് നോമ്പ് എന്നത്. അതിന് നിയ്യത്ത് പ്രധാനമാണ്. മറ്റെല്ലാ കർമ്മങ്ങൾക്കും നിയ്യത്ത് ആവശ്യമാണ്. വളരെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹാസംഭവമാണല്ലോ ഹിജ്റ. നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടിപ്പോവുകയാണ് ആദർശത്തിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മദീനയിലേക്ക്. മദീനയിലെത്തി ഒന്ന് വിശ്രമിക്കാൻ നേരമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരെയും കേൾപ്പിക്കുകയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ വമൻ കാന ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. തീർച്ചയായും എല്ലാവരും മുഹാജിറുകളായി മദീനത്തെത്തി. പക്ഷേ ആരുടെ ഹിജ്റയാണോ അള്ളാഹുവിനെയും റസൂലിനെയും, അള്ളാഹുവിനെ ഉദ്ദേശിച്ചും റസൂലിനെ പിൻപറ്റിയുമാണെങ്കിൽ അത് ശരിയാണ്. അല്ലെങ്കിൽ കച്ചവടം ഉദ്ദേശിച്ചും കല്യാണം വിചാരിച്ചും ഒക്കെ വന്നവർക്ക് അതുണ്ടാവാം. എത്ര കർമ്മം ബാഹ്യമായി എത്ര വലുതാണ്, എത്ര ത്യാഗമാണ്, ക്ലേശപൂർണ്ണമാണ് എന്നതിനേക്കാൾ അതിൻ്റെ ഉള്ളിലിരിപ്പ് എത്രത്തോളം ആത്മാർത്ഥമാണ് എന്നത് പ്രധാനം. നമുക്ക് പുണ്യമാസത്തെ അതിലെ അനുഷ്ഠാനങ്ങളെ, നോമ്പിനെയും നമസ്കാരത്തെയും എല്ലാം ആത്മാർത്ഥമായ ഉദ്ദേശശുദ്ധിയോടുകൂടി, നന്മ വിചാരത്തോടുകൂടി പുണ്യങ്ങൾ നേടിയെടുക്കാനുള്ള കർമ്മങ്ങളാക്കി അനുഷ്ഠിക്കാനും അത് കബൂലാവുന്ന, സ്വീകരിക്കപ്പെടുന്ന ഒരു രീതിയിൽ അള്ളാഹുവിൻ്റെ തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിക്കാം. റഹ്മാനെ റബ്ബ് തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.